ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പുതിയൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ ഇടയ്ക്ക് ഒരുപാട് മെറ്റീരിയൽ കിറ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ബാൻഡ്സിൻ്റെയും അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റിൻ്റെയും ഫ്ലവർ ഹെയർ ബാൻഡിൻ്റെയും ഒക്കെ ഒരുപാട് മെറ്റീരിയൽ കിറ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അല്ല, എല്ലാ ഓർഡേഴ്സും നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നത് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ ഓർഡേഴ്സും നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽ കിറ്റിന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് പുതിയൊരു മെറ്റീരിയൽ കിറ്റായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്കുള്ള ബ്രേസ്ലെറ്റ് ചെയ്യുമോ, ടീനേജേഴ്സിനുള്ള ബ്രേസ്ലെറ്റിൻ്റെ ഒരു കിറ്റ് ചെയ്യുമെന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികളെന്ന് പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് വെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നോർമലി നമ്മൾ ആ ഒരു എലാസ്റ്റിക് കോഡിൽ ചെയ്യുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പുതിയ പാറ്റേണിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു 10 ബ്രേസ്ലെറ്റ് ചെയ്യാനുള്ള ഒരു കിറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റേറ്റും കാര്യങ്ങളും മെറ്റീരിയൽസും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം താഴെ കൊടുത്തുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ കിറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മാർബിൾ പ്രിൻറ്റഡ് ടൈപ്പിൽ വരുന്ന ഇത്. ഇപ്പോൾ ഞാൻ ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ അളവിനാണ്. അതായത് ഒരു 2x2 ബാങ്കിളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനൊരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ 2x4 വരെ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. വലിയവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാകുമ്പോൾ ഇത്രയും ബീഡ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇതുപോലെ ഫസ്റ്റ് ഇതിലിങ്ങനെ നമ്മൾ ഐപ്പിന്ന് വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. വീഡിയോയിൽ ക്ലിയർ ആവേണ്ടാവുന്നതുകൊണ്ട് ഐപ്പിന് വെച്ച് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ഒരു ലോബ്സ്റ്റർ ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സിൽവറിലെ ചെയ്തില്ല കേട്ടോ. 8 സിൽവറും 2 ഗോൾഡനാണ് വരുന്നത്. അത് ഗോൾഡൻ അളവ് കുറയ്ക്കാനുള്ളതിൻ്റെ കാരണം ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ഇതിങ്ങനെ ഹാങ്ങിങ്സ്, ഇത് അങ്ങനെ ഒറ്റ യൂസിനൊന്നും ഫെയ്ഡ് ആവുന്ന ചെയിനല്ല. അത്യാവശ്യം നമ്മളൊരു മീറ്റർ 30 റുപ്പീസിന് സെയിൽ ചെയ്യുന്ന ചെയിനാണ് ഈ ഒരു സിൽവറിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ ഒരു സൗണ്ട് വരുന്നുണ്ടോയെന്ന് അറിയില്ല, സൗണ്ട് വരുന്നൊരു ഗുങ്കുരിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, സിൽവർ ഷെയ്ഡിൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ ഗ്ലാസ് ടൈപ്പ് വരുന്ന ബട്ടർഫ്ലൈയുടെ ബീഡ്സ് വെച്ചിട്ട് സെയിം പാറ്റേൺ എല്ലാം സെയിമാണ്. ഐ മീൻ ആ ഒരു ബേസിക് ഡിസൈനൊക്കെ സെയിമാണ്. ബീഡ്സാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ഡോട്ട് ബീഡ് ഉണ്ടല്ലോ, സിൽവർ ഡോട്ട് വരുന്ന ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഗോൾഡനിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പേൾ ഹാർട്ട് വെച്ചിട്ടാണ് ഗോൾഡൻ ഷെയ്ഡിൽ കൊടുത്തിട്ട്. ഗോൾഡൻ്റെ ചെയിന് ഇത് പെട്ടെന്ന് കളർ ഫെയ്ഡ് വരുന്ന ചെയിനാണ് ഗോൾഡനിലുള്ളത് കേട്ടോ. കാരണം നോർമൽ ചെയിനാണ് ചിലപ്പോൾ ഒരു 1 to 2 യൂസിന് തന്നെ കളർ ഫെയ്ഡ്, ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കളർ ഫെയ്ഡ് വരും കേട്ടോ ഗോൾഡൻ. അതുകൊണ്ടാണ് ഗോൾഡൻ കിറ്റിൽ കുറച്ച് ചെയ്തിട്ടുള്ളത്. 2 പീസാണ് ഗോൾഡനിൽ ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം സിൽവറിലാണ്. പിന്നെ ഇത് നമ്മുടെ കയ്യിൽ പുതിയ ടൈപ്പ് ബീഡാണ് കേട്ടോ. ഈ ഒരു ക്രാക്കിളിൽ ഹാർട്ട് ഷേപ്പ് വരുന്ന ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇത് ഹാങ് ചെയ്ത് നിൽക്കും. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലെ. പിന്നെ നമ്മുടെ മാർബിൾ ഹാർട്ട് ബീഡ് എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ളൊരു ബീഡാണ് മാർബിളിൻ്റെ ഹാർട്ട് ബീഡ്സ്. പിന്നെ വന്നാൽ നമ്മുടെ ക്രിസ്റ്റൽ എഫക്റ്റ് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് മാലയ്ക്ക് ഇതുപോലെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ ഇൻസ്പയറായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ ഫോക്കസ് ആവേണ്ട വീഡിയോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണില്ല കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്ലാസ് എഫക്റ്റിൽ തന്നെ ഷൈനിങ് ഗ്ലാസ് ബീഡ്സിലെ ഫ്ലവർ ബീഡ്സ് വെച്ചിട്ട്. ഇത് ഫ്ലവറും ബട്ടർഫ്ലൈ ബീഡ്സ് എല്ലാം സെയിം ബീഡ്സ് തന്നെ ആയിരിക്കും കേട്ടോ. കിറ്റിനകത്ത് ഉണ്ടാവും, അങ്ങനെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിലൊരു ഷുഗർ ബീഡ്സ് കൂടി സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർബിൾ ബീഡ് വെച്ച് ചെയ്തതിൽ മാർബിളിൻ്റെ ഡയമണ്ട് ഷേപ്പ് ബീഡ്സാണ്. പിന്നെ ഇത് ഇതേപോലെ ഒരു ഡയമണ്ട് ബെൻഡ്, ഗ്ലാസ് എഫക്റ്റ് ബെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു കുറച്ചൊരു 8 mm വരുന്ന ടൈപ്പ്. ഇത് 8നേക്കാളും കുറച്ചുകൂടി വലുത്, ഒരു 9 സൈസിൽ വരുന്നതാണ് കേട്ടോ. ഇതുപോലെ വരും, കണ്ടോ, ഇതുപോലെ വരും. അപ്പോൾ ഈ ഒരു 10 ബ്രേസ്ലെറ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസാണ് കിറ്റിനകത്ത് ഉണ്ടാവുക. മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ. എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം, ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിനകത്ത് മെറ്റീരിയൽസ് തന്നെ നമുക്ക് മെയിനായിട്ട് ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഐപ്പിന്നാണ്. ഓക്കെ, ഐപ്പിൻ എന്ന് പറയുമ്പോൾ ജ്വല്ലറി ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും. ഇത് ജസ്റ്റ് ബീഡ്സ് മേക്കിംഗ് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. വേറൊരു ബീഡ്സ് വെച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ വരും. ഇതാണ് ഐപ്പിൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ആ ഒരു 10 ബ്രേസ്ലെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിൽവറും ഉണ്ടാവും, അതുപോലെ തന്നെ
നമ്മൾ ഗോൾഡിലും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗോൾഡ് 2 പീസിന് ആവശ്യമില്ല. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള സീഡ് ബീഡ്സ് ആണ് കേട്ടോ. വൈറ്റിൽ വരുന്ന സീഡ് ബീഡ്സ് ഉണ്ടാവും. പിന്നെ ഇതിൽ വരുന്നത് ആ ഒരു ഗ്ലാസ് എഫക്റ്റ് ബീഡ്, ഡോട്ട് ബീഡ്സ്, ക്രാക്കിൾ ഹാർട്ട്, മാർബിൾ ഹാർട്ട്, പിന്നെ ഈ ഒരു മാർബിൾ, പെയിൻറ്റഡ് മാർബിൾ, അതേപോലെ തന്നെ ബട്ടർഫ്ലൈ ബീഡ്, ഈ ഒരു മാർബിൾ ഡയമണ്ടും, ആ ഒരു ഗ്ലാസ് എഫക്റ്റ് ബെൻഡും, അതുപോലെ തന്നെ പിന്നെ വരുന്ന ബീഡ്സ് ഈ ഒരു ഹാർട്ട് ബീഡും, ഈ ഒരു പേൾ ഹാർട്ടും, അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റൽ എഫക്റ്റ് വരുന്ന 6mm ബീഡ്സും കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബീഡ്സ് വെച്ച് വേണമെങ്കിലും ഈ ഒരു ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മളതിന് കുട്ടി കുട്ടി ഐറ്റംസ് കൊടുത്തിട്ടില്ലേ, അതിനാവശ്യമായിട്ടുള്ള ഈ ഒരു ഗുങ്കുരൂസ്, അതുപോലെ തന്നെ വീഡിയോയിൽ കാണാനുണ്ടാവുന്നു ജംറിങ്സ് സിൽവർ ഗോൾഡ്, ചെയിന് സിൽവർ ഗോൾഡ്, പിന്നെ ലോബ്സ്റ്റർ ലോക്ക്. ടോട്ടലി 10 പീസ് ഉണ്ടാവും. 8 പീസ് സിൽവറും 2 പീസ് ഗോൾഡും ഉണ്ടാവും. സോ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത് കേട്ടോ. കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 150 രൂപ, 150 ആണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും. അത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇടാൻ കാരണം ചിലപ്പോൾ നമ്മളൊരു 40-45 റുപ്പീസ് വെച്ചിട്ടാണ് ഫ്രീ ഷിപ്പിംഗ് കിറ്റിടുക. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് പേര് ഒരു 1 kg എബോക്ക് ഓർഡർ ചെയ്തിട്ട് ആ കിറ്റിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിന് തരുമെന്ന് ചോദിക്കും. 1 kg എബോക്ക് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊറിയർ ചാർജസ് തന്നെ ഒരു 80 റുപ്പീസ് 70 റുപ്പീസൊക്കെ വരും പോസ്റ്റൽ വഴി അയക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ടാണ് കിറ്റ് മാത്രമായിട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കുറവായിരിക്കും. ഈ ഒരു കിറ്റ് ഒരു 45 റുപ്പീസൊക്കെ വരുള്ളൂ കേട്ടോ. 45 to 50 റുപ്പീസിൻ്റെ ഇടയിലാണ് വരിക ഷിപ്പിംഗ് ചാർജായിട്ട് വരിക. എക്സ്ട്രാ മെറ്റീരിയൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റിനനുസരിച്ചാണ് വരിക കേട്ടോ. അപ്പോൾ 150 രൂപയ്ക്ക് നിങ്ങളിപ്പോൾ ഈ ഒരു കിറ്റ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നിങ്ങൾ കണക്കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരെണ്ണത്തിന് നമുക്ക് റേറ്റ് ഏകദേശം വരെ 15 രൂപ. ഇനിയിപ്പോൾ ഷിപ്പിംഗ് ചാർജ് 45 രൂപ 50 രൂപ നമ്മൾ കൂട്ടിയാലും ഒരെണ്ണത്തിന് 18-19 രൂപ അത്രേ റേറ്റ് വരുള്ളൂ. നിങ്ങൾക്കിതിപ്പോൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ ആണ് പെട്ടെന്ന് കളർ ഫെയ്ഡ് വരിക. സിൽവർ അങ്ങനെ പെട്ടെന്ന് കളർ ഫെയ്ഡ് വരാറില്ല. ഡെയിലി യൂസിനൊന്നും പറ്റില്ല കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ ഒരെണ്ണം ഒരു 35 രൂപ 40 രൂപയ്ക്ക് സെയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലാഭം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു